സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയിട്ടുള്ള കൊടൈക്കനാലിലെ കുറച്ച് ടൂറിസ്റ്റ് പ്ലേസസ് കണ്ടാലോ? ഡേ 1 നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ടും ലേക്ക് വ്യൂസ് ആണ് കണ്ടത്. കൊടൈക്കനാൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ വീഡിയോ തീർച്ചയായും ഉപകാരപ്രദമാവും. ഞാൻ അതിനായിട്ട് ഇതിൻ്റെ മുകളിൽ പിൻ ചെയ്യാം കേട്ടോ. കൊടൈക്കനാലിലെ ടൂറിസ്റ്റ് പ്ലേസസ് കാണാൻ പ്രത്യേകിച്ച് ഒരു ടൂർ പാക്കേജ് ഓർഗനൈസേഴ്സിൻ്റെയും ആവശ്യമില്ല കേട്ടോ. കാരണം എല്ലാ ടൂറിസ്റ്റ് പ്ലേസസും ഒരേ റൂട്ടിലാണ്, ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. പെട്ടെന്ന് ട്രിപ്പ് പ്ലാൻ ചെയ്താൽ ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കേട്ടോ. ടൂറിസ്റ്റ് പ്ലേസ് കാണാനുള്ള ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് മുൻപുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് അപ്പർ ലേക്ക് വ്യൂ പോയിന്റ്. അടുത്തതായിട്ടുള്ള ഈ ഗോൾഫ് ഗ്രൗണ്ടും ഇതൊക്കെ വഴിയിലൂടെ പോകുമ്പോൾ ജസ്റ്റ് നമ്മൾ കാണാനും ഫോട്ടോസ് എടുക്കാനും മാത്രമുള്ള ഒരു വ്യൂ പോയിന്റ്സ് ആണ് കേട്ടോ. എങ്കിൽ പിന്നെ ഒരു മിടുക്കൻ കളിക്കണതും കൂടി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അവൻ്റെ കൂട്ടുകാരനെ ഇഷ്ടപ്പെട്ടു. അവനൊരു യോഗ കാണിച്ചു, പക്ഷെ അവനത് ഫയർ ചെയ്ത് അവൻ മാറ്റി. എന്നാൽ പിന്നെ നമുക്ക് സാർ കളിക്കണത് കാണാം. അങ്ങനെ അത്യാവശ്യ രസകരമായ കാഴ്ചകളും പോണ വഴിയിലെ കാടെല്ലാം ആസ്വദിച്ച് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. മോയർ പോയിന്റ്, പൈൻ ഫോറസ്റ്റ്, ഗുണ കേവ്, പില്ലർ റോക്ക്, ഈ 4 സൈറ്റ് വ്യൂ ചെയ്യാനായിട്ട് അഡൽസിന് 30 രൂപ, കുട്ടികൾക്ക് 20 രൂപ, കാർ അല്ലെങ്കിൽ വാനിന് 50 രൂപ. ഇതായിരുന്നു കേട്ടോ അവിടുത്തെ റേറ്റ്. ഉള്ളിലേക്ക് പോകും തോറും അന്തരീക്ഷം അങ്ങോട്ട് മാറാൻ തുടങ്ങി. വെയിലെല്ലാം മങ്ങി, കോടയൊക്കെ നിറയാൻ തുടങ്ങി. ഒരു പ്രത്യേക രസകരമായിട്ടുള്ള ഒരു ക്ലൈമറ്റായി തുടങ്ങി കേട്ടോ. പറയുമ്പോൾ ഒരു 10-11 മണി സമയമാണ്. എങ്കിലും പാർക്കിംഗ് ഏരിയ ഒക്കെ അവിടെ അവൈലബിൾ ആണ്. പക്ഷേ അത്യാവശ്യം ഓഫ് സീസൺ ആണെങ്കിൽ കൂടിയും അവിടെ അത്യാവശ്യം നല്ലോണം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കാനുള്ള കുറേ സ്പേസസും അതുപോലെ റിലാക്സ് ചെയ്യാനായിട്ടുള്ള ചെറിയ ഇടമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ബ്രിഡ്ജിൻ്റെ അപ്പുറമാണ് റിലാക്സ് ചെയ്യണ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ബ്രിഡ്ജിൻ്റെ താഴെ ഒരു ചെറിയ വെള്ളം ഒഴുക്കുണ്ട്, പക്ഷെ ഭയങ്കരമായിട്ടുള്ള ഇതൊന്നുമല്ല, ഒരു ചെറുതായിട്ടുള്ളൊരു ഒഴുക്ക് തന്നെയുള്ളൂ. പിന്നെ ഇവിടെയാണ് എല്ലാവരും തന്നെ ഒന്ന് റിലാക്സ് ചെയ്യുക, അല്ലാച്ച ഫോട്ടോസ് എടുക്കുക, ആ ഒരു സെക്ഷനായിരുന്നു ഈ ഒരു പ്ലേസ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ ഒരുപാട് നേരം നിന്ന് ടൈം സ്പെൻഡ് ചെയ്യണം എന്നില്ല. നമുക്ക് ഇനി ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക്. അവിടെയൊക്കെ കോടയാ, കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. പിന്നെ ഇതിൻ്റെ ബോർഡറിൻ്റെ പുറത്ത് വ്യൂസിൽ നമുക്ക് പില്ലർ റോക്സ്, ഒറിജിനൽ നാച്ചുറൽ പില്ലർ റോക്സ് കാണാൻ പറ്റുമെന്നാണ് പറയണത്. പക്ഷെ അത്യാവശ്യം നല്ല കോടയായതുകൊണ്ട് ഞങ്ങളൊന്നും കാണാനിടയായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നെക്സ്റ്റ് പ്ലേസ് ഗുണ കേവ്സ് ആണ്. പറയാതെ വയ്യ, അടിപൊളി ബ്യൂട്ടിഫുൾ പ്ലേസ് തന്നെയാണ് ഗുണ കേവ്സ്. ഗുണ കേവ്സിലെത്തിയപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ കോട നിറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നണോ ഞങ്ങൾക്കും കാണാൻ പറ്റുന്നുണ്ടാവും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കോടയൊക്കെ കവർ ചെയ്തിട്ട് നല്ലൊരു കാടും സൈലൻസും നല്ല രസമുള്ളൊരു പ്രദേശം തന്നെയാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തു കേട്ടോ. നല്ലൊരു സമാധാനത്തിൻ്റെയും എന്താ പറയുക, എനിക്ക് പറയാനൊന്നും അറിയില്ല, നല്ല മനോഹരമായിരുന്നു. ഇവിടെയാണ് അത്യാവശ്യം നല്ല തിരക്ക്. അതായത് മെയിനായിട്ടുള്ളത് നമ്മുടെ ഈ കെട്ടുപിണഞ്ഞ വേരുകളുടെ ഇടയിലും മുകളിലൊക്കെ ഇരുന്ന ഫോട്ടോ സെക്ഷനാണ് മെയിൻ തിരക്ക്. നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുരങ്ങന്മാരെയാണ്. അവർ നമ്മുടെ ബാഗ്, ഫോൺ എന്നിവയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ അതേ ഒരു കൂട്ടരുടെ ബാഗ് ഇതേ മുകളിലുള്ളവർ അവർ മരമൊക്കെ കുലുക്കാൻ നോക്കുന്നുണ്ട് വീഴാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ സുഭാഷ് വീണ പോലത്തെ ഒരുപാട് കുഴികളും അത് മുഴുവൻ ഇങ്ങനെ അടച്ചു വെച്ചേക്കണ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് താഴ്വാരയും അതുപോലെ നമ്മൾ സിനിമയിൽ കണ്ട പോലത്തെ അവർ പോയ ആ ഒരു രണ്ട് വലിയ റോക്കൊക്കെ ഉണ്ടല്ലോ, ആ റോക്കൊക്കെ കാണാനായിട്ടുള്ള വ്യൂ പോയിൻ്റാണ് ആ മുകളിൽ. പക്ഷെ നമ്മൾ അതിൻ്റെ മുകളിൽ കയറി നോക്കിയിട്ട് അത്യാവശ്യം മലയുടെ ഒരു ഷെയ്ഡ് അല്ലാണ്ട് വേറെ ഒന്നും കാണാൻ പറ്റിയില്ല. കാരണം അവിടെ നല്ല രീതിയിൽ തന്നെ കോട വന്ന് നിറഞ്ഞിരിക്കുകയായിരുന്നു. സുഭാഷിനെ കിട്ടിയ പോലെ കിട്ടില്ല. ഫുള്ള് കോടയല്ലേ, ഒന്നും കാണില്ല. അവിടെ കണ്ടാണ് മലയൊക്കെ, പക്ഷെ ഫുള്ള് കോട. പിന്നെ കുട്ടികൾക്ക് ഒരു രസമായിരുന്നു ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ചവിട്ടി കയറി പോലെ. കയറി പോണ ധൈര്യം കുഞ്ഞോനെ ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ സ്ലിപ്പായി താഴേക്ക് തോന്നിട്ട് പേടിയുണ്ടായിരുന്നു.
പിന്നെ അത്യാവശ്യം ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്ത് അവിടെ കുറച്ച് നേരമൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നെക്സ്റ്റ് ഒരു സൈറ്റ് എന്ന് പറയുന്നത് മോയർ പോയിൻ്റ് ആണ്. ഇത് ജസ്റ്റ് നമുക്ക് ഫോട്ടോസ് എടുക്കാനും അതുപോലെ തന്നെ ജസ്റ്റ് താഴ്വാരകളൊക്കെ ഒന്ന് വ്യൂ ചെയ്യുമല്ലോ, ആ ഒരു സ്റ്റൈൽ മാത്രമേ ഉള്ളൂ. പക്ഷേ വലിയ കാര്യമായിട്ടൊന്നും നമുക്ക് കാണാനൊന്നും പറ്റിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതുകൊണ്ട് ഇവിടെ ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്ത് കളയണം എന്നില്ല കേട്ടോ. അടുത്തതായിട്ട് ഞങ്ങൾ കാണാൻ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് മന്നവന്നൂരാണ്. മന്നവന്നൂർ ഇവിടുന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ വരുന്ന കുറച്ച് ടൂറിസ്റ്റ് പ്ലേസസ് ഞങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യാം. ഡോൾഫിൻ നോസ്, അത് ഈ പില്ലർ റോക്സ് പോലെ തന്നെ ജസ്റ്റ് ഒരു വ്യൂ പോയിൻ്റ് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് ഞങ്ങൾ സ്കിപ്പ് ചെയ്തു. അതുപോലെ പൈൻ ഫോറസ്റ്റ്, വാഗമണിൽ ഈ അടുത്ത് പോയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പൈൻ ഫോറസ്റ്റ് ഞങ്ങൾ സ്കിപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഉള്ളതാണ് പമ്പാർ വാട്ടർഫോൾസ്. അങ്ങനെ കുറേ വാട്ടർഫോൾസുകളും ഇടയിലുണ്ട്. നമ്മളെ സംബന്ധിച്ച് അതിരപ്പള്ളി വാഴച്ചാലൊക്കെ നമ്മൾക്ക് നന്നായിട്ട് നല്ല വാട്ടർഫോളായിട്ട് നമ്മൾ കാണുന്നത് കൊണ്ട് തന്നെ അവിടെ എത്തണം എന്നുള്ള ഒരു ആഗ്രഹത്താൽ ഞങ്ങൾ അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മന്നവന്നൂർ ഞങ്ങൾ എത്തിയത് ഏകദേശം ഒരു 2:45-3 ആ റേഞ്ചിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷേ അന്തരീക്ഷത്തിൽ തണുപ്പുണ്ട്, എങ്കിലും നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ഈ പ്രദേശം എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ വാഗമണിലെ ഒരു മൊട്ടക്കുന്ന് ഒക്കെയാണ്. അവിടെ ഒരു ലേക്ക് ഉണ്ട്, ലേക്ക് വ്യൂ അടിപൊളിയാണ്. അതുപോലെ തന്നെ കുതിര സവാരി, ഫാം, ഷീപ്പ് ഫാം ഉണ്ട്, റാബിറ്റ്സിൻ്റെ ഫാം ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ്. കുതിര സവാരി കണ്ടാൽ പിന്നെ കുട്ടികൾ വിടില്ലല്ലോ, അപ്പോൾ കുതിരമ കയറണം എന്നായി. അവർക്ക് പിന്നെ വെയിലൊന്നും ഒരു പ്രശ്നമല്ല, എല്ലാം മാക്സിമം നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹായ് 150 റുപ്പീസാണ് കുതിര സവാരിക്ക്. അങ്ങനെ ഒരുപാട് ദൂരമൊന്നും ഇല്ല കേട്ടോ, കുറച്ച് ദൂരം തന്നെയുള്ളൂ. പക്ഷെ അതൊന്ന് കുട്ടികൾക്ക് ഇങ്ങനെ ട്രിപ്പൊക്കെ വരുമ്പോൾ അതൊരു എൻജോയ്മെൻ്റ് തന്നെയാണ്. ഇതാണ് മന്നവന്നൂർ ലേക്ക്. അതിൻ്റെ അടുത്തേക്കൊന്നും ആരും പോണ കണ്ടില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങളും അങ്ങനെ പോയൊന്നുമില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, അവിടെ ചെമ്മരിയാടുകളുടെ കൂട്ടത്തെ ഇങ്ങനെ മേയാൻ വിട്ടിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഇത് കൂടാണ്ട് ഇനി ഫാമിൻ്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ കാണാൻ പോവുന്നുണ്ട് കേട്ടോ, ഉള്ളിലേക്ക്. അതിൻ്റെ ഉള്ളുണ്ടോ? ഷീപ്പ് ഫാം കഴിഞ്ഞാൽ അടുത്തൊരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് റാബിറ്റ് ഫാമാണ്. മൊയിലുകൾ തന്നെ പല വെറൈറ്റികളുണ്ട്. നല്ല തൂവെള്ള മൊയിലുകൾ തുടങ്ങി കറുപ്പും അത്യാവശ്യം നല്ല ജയൻ്റ് ആയിട്ടുള്ള വലിയ മൊയിലുകളും അതിനൊക്കെ ഓരോ പേരുകളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറേ കുട്ടി ഇപ്പോൾ പ്രസവിച്ച കുഞ്ഞുങ്ങളും അങ്ങനെ ഒരുപാട് വെറൈറ്റി മൊയിലുകളും അവിടെ ഉണ്ട് കേട്ടോ. വലിയൊരെണ്ണല്ലേ? വയസ്സായോ? എന്ത് വേണം? മൊയലിനാ? അച്ഛനോട് പറയാം, നമുക്ക് വീട്ടിലൊരെണ്ണം മേടിക്കാം കേട്ടോ. ഇപ്പൊ വേണമെന്നൊന്നും പറഞ്ഞ നടക്കണ കാര്യമല്ല. അവൾക്ക് വേണമെന്ന് റാബിറ്റിന് വാങ്ങാട്ടോ. കുഞ്ഞു തൊടരുത്. കുഞ്ഞിതാ കുഞ്ഞുങ്ങളല്ലേ? ആ പ്രസവിച്ച അമ്മയായിരിക്കാം, അതിന് ക്ഷീണം ഉണ്ടാവൂലേ പാവം. കിട്ടണില്ലല്ലോടാ. തരില്ല കുഞ്ഞു, ഇവിടെ നിന്ന് തരില്ല. നമുക്ക് ചോദിച്ചു നോക്കിയാലും തരില്ല കുഞ്ഞു. അത് കുഞ്ഞുങ്ങളാണ്, അതിന് അമ്മയുടെ അടുത്ത് നിക്കണ്ടേ.
നമുക്ക് വാങ്ങാം. ഇവിടുത്തെ ഫോട്ടോ സെക്ഷനും വ്യൂസും ഒക്കെയുള്ള കാഴ്ചകളും എല്ലാം കണ്ട് ഞങ്ങൾ പോയത് ഇനി അടുത്തത് പൂണ്ടി എന്ന വില്ലേജിലേക്കാണ്. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു വില്ലേജാണ് പൂണ്ടി വില്ലേജ്. ഇവിടുന്ന് 6 കിലോമീറ്ററാണ് നമുക്ക് കാണിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പൂണ്ടി ഇൻസ്റ്റയിലും സോഷ്യൽ മീഡിയയിലും ഇത്രയ്ക്ക് ഹൈപ്പ് എന്ന് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നിപ്പോയിട്ടോ. ഭംഗിയില്ല എന്നല്ല കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഗ്രാമപ്രദേശമാണ്, തട്ട് ഫാമിങ്ങും വെജിറ്റേഷനും ഒക്കെ ഉള്ള ഒരു നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ്. പക്ഷെ അവിടേക്ക് മാത്രമായിട്ടൊരു ഫാമിലി ട്രിപ്പ് അത് എത്രത്തോളം സേഫാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഫാമിലി ആയിട്ട് പോകുന്നവർ ഒരുപാട് ലേറ്റ് ആവാണ്ട് അവിടെ നിന്ന് തിരിക്കുന്നതാവും നല്ലതെന്ന് ഞങ്ങൾ കൊടൈക്കനാലിൽ വെച്ച് മീറ്റ് ചെയ്ത ഒരു ഫാമിലി ഞങ്ങളോട് പറയുണ്ടായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എല്ലാ വ്യൂസും കണ്ട് അവിടെ നിന്ന് മടങ്ങുണ്ടായി. ചിലവർ പറയുന്നു ട്രക്കിംഗ് ഉണ്ട് എന്നൊക്കെ, പക്ഷേ അവിടെ ടൂറിസ്റ്റുകൾ വളരെ കുറവാണ്, ലോക്കലായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് പോവുക. ബാച്ചിലേഴ്സിൻ്റെ പോലെയല്ലല്ലോ, ഫാമിലി ആകുമ്പോൾ അത്യാവശ്യം ശ്രദ്ധിച്ച് പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ജസ്റ്റ് ഞങ്ങളതുകൊണ്ട് കണ്ടിട്ട് അവിടെ നിന്ന് മടങ്ങുണ്ടായി. ട്രക്കിംഗ് ഒന്നും ഞങ്ങൾ എടുത്തില്ല. ഒന്നാമത് സമയം 3:30-4 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു ട്രക്കിങ്ങിനൊക്കെ പോയാൽ വളരെ ലേറ്റാവും നമ്മൾ തിരിക്കാനും. കോടയൊക്കെ പെട്ടെന്ന് ഒരു 5-5:30 ആകുമ്പോഴേക്കും ചിലപ്പോൾ കോടയൊക്കെ വന്ന് നമ്മുടെ വഴിയിലൊക്കെ നിൽക്കും. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഈ ഭംഗി ഒക്കെ കണ്ട് മനോഹാരിതയും പ്രകൃതിയുടെ ആ മനോഹാരിതയൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ നീങ്ങാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഒരു 2-3 വ്യൂ പോയിന്റ്സ് കണ്ടതാണ്. ഇതുപോലെ ഒരു മൊട്ടക്കുന്ന്, അതിൻ്റെ ചുറ്റും ആളുകളെല്ലാവരും പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതായിട്ട് കാണായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് വരെ വണ്ടികൾ കയറ്റിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും സംഭവമായിരിക്കും എന്ന് വിചാരിച്ചാൽ ഞങ്ങളും വണ്ടി അതിൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ട് വന്നിട്ടുണ്ടായി. പക്ഷേ ഇതുപോലെ തിരിച്ച് നമ്മളിതാ മന്നവന്നൂർ എത്തിയപ്പോഴാണ് ഇതുപോലെ ടൂറിസ്റ്റ് ആളുകളും ബഹളങ്ങളൊക്കെ കാണുന്നത്. മന്നവന്നൂർ തന്നെ നമ്മൾ കയറിയ സൈറ്റിൻ്റെ കൂടാണ്ട് വേറെയും സൈറ്റുകൾ ഇതുപോലെ മൊട്ടക്കുന്നും ചെറിയ ഫാമുകളും ഒക്കെ ആയിട്ടുള്ള സൈറ്റുകളുണ്ട് കേട്ടോ. അതുപോലെ പോണ വഴിയൊക്കെ വളരെ മനോഹരമാണ്. ഇതുപോലത്തെ നല്ല പ്രകൃതിയും പശുക്കളും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് മനോഹരമായിട്ടുള്ള സൈറ്റുകൾ. ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ വെളുത്തുള്ളി, ക്യാരറ്റൊക്കെ ഡയറക്റ്റ് പറിച്ച് കൊണ്ടുവച്ച് വിൽക്കണ ഇത് കാണാം കേട്ടോ മിക്ക കടകളുടെ ഫ്രണ്ടിലൊക്കെ. ഞങ്ങൾ മന്നവന്നൂർ നമ്മൾ കയറിയ സൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ഒരു ചായക്കടയിൽ നിന്ന് ഞങ്ങൾ ചായ കുടിച്ചിട്ടാവാം ഇനി യാത്രയെന്ന് വിചാരിച്ചു. ഭാര്യ അവിടെ ചായക്കട നടത്തുമ്പോൾ ഭർത്താവ് ഇവിടെ വെയിലത്തിരുന്ന് പാവം വെളുത്തുള്ളി വിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു കുറച്ച് വാങ്ങിയിട്ട് പോകാമെന്ന്. തിരിച്ചു പോണ വഴിയിൽ ഒരു 8 കിലോമീറ്റർ ഉള്ളിലേക്കായിട്ട് കൂക്കൽ എന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസിൻ്റെ ബോർഡ് കാണാനുള്ള ഇടയായി. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് തിരിച്ചു കേട്ടോ. ശരിക്കും കാട്ടിലൂടെ ഒരു ചെറിയ വഴി പോകലാണ്. ഫോറസ്റ്റിലൂടെയുള്ള ഡ്രൈവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വളരെ നല്ലതായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ വേറൊരു വണ്ടി ഓപ്പോസിറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു റോഡ് തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ഹൈലൈറ്റ് ഞങ്ങൾക്ക് തോന്നിയത് അവിടെ എത്തുമ്പോൾ 1-2 താമസിക്കാനുള്ള സൗകര്യങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ അവിടെ താമസിച്ച് ഒരു ചെറിയ വാട്ടർഫോൾ ഉണ്ട്. ആ ചെറിയ വാട്ടർഫോളിൽ കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതുമാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് തോന്നി ഈ ഒരു ചെറിയ ലേക്ക് കാണാനാണോ 8 കിലോമീറ്റർ ഉള്ളിലേക്ക് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അതിൻ്റെ ഇടയിൽ ഈ വരണ വഴിയിൽ പശുക്കളൊക്കെ ഉണ്ടായിരുന്നിട്ടൊക്കെ നമുക്ക് കുറച്ച് ബ്ലോക്കൊക്കെ പോലെയൊക്കെ ഉണ്ടായിരുന്നു ചെയ്തു. പൂക്കല്ല് ചെന്നപ്പോൾ ഒരു ചെറിയൊരു ലേക്ക് ഞങ്ങൾ ഇത്രയേ ഉള്ളൂ, 8 കിലോമീറ്റർ ഉള്ളിൽ കയറി ചെന്നിട്ട് കൂക്കലിൽ ഒരു ലേക്ക് കാണാനാണ് വന്നത്. അപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞു 1 കിലോമീറ്റർ കൂടി ഉള്ളിലേക്ക് പോയാൽ വാട്ടർഫോൾ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ 1 കിലോമീറ്റർ ഉള്ളിൽ കൂടെ പോണ്ട് ഒരു മനുഷ്യരില്ല, പേടിയാവുണ്ട്. ശരിക്കും കാട്ടുപ്രദേശം എവിടേക്കാണോ എത്തണേ. കൂക്കലില് വാട്ടർഫോളൊക്കെ ഉണ്ടോ? ഫുൾ കാടാട്ടോ. പക്ഷെ കാട്ടിക്കോടിയുള്ള ഡ്രൈവൊക്കെ അടിപൊളിയാ. പക്ഷെ നമുക്ക് ഇങ്ങനെ അറിയാത്ത സ്ഥലമായതുകൊണ്ട് ഒരു പേടി. നമ്മുടെ അതിരപ്പള്ളി വാഴച്ചാലൊക്കെ പോലെ വലിയൊരു വാട്ടർഫോൾ ഉള്ള സ്ഥലത്ത് കൂക്കലിലെ വാട്ടർഫോൾ. ഒരു കൂക്കൽ ഗ്രാമപ്രദേശം, അവിടെയും തട്ട് കൃഷികളുണ്ടല്ലേ. പിന്നെ ഒരു ചെറിയ വാട്ടർഫോള്. നമ്മൾ അതിരപ്പള്ളി വാട്ടർഫോളൊക്കെ കാണാൻ നമുക്കിതൊരു ഇച്ചിരിക്കോളുള്ള ഒരു വാട്ടർഫോൾ. അതുകൊണ്ട് അവർ 8 കിലോമീറ്റർ കാടിക്കൂടെയുള്ള ഡ്രൈവ് ഇഷ്ടമുള്ളവർക്ക് നല്ലതായിരിക്കും, അല്ലാത്തവർക്ക് ഇതൊരു അത്രയ്ക്കൊന്നും.
പിന്നെ കുറെ പേര് ഇറങ്ങിപ്പോയി. ഈ വാട്ടർഫാളിൽ കുളിക്കാനുള്ള സൗകര്യമുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. കാരണം ഞങ്ങളൊരു ബാച്ചിലേഴ്സിനെ ബീറ്റ് ചെയ്തു. അവർ താഴെ പോയി കുളിച്ചു വരുന്നത് അതിനുള്ള ഒരു വഴിയൊക്കെ താഴേക്ക് ഉണ്ട് എന്നവർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയില്ല. കാരണം ഞങ്ങൾക്ക് തിരിച്ച് ഏകദേശം ഒരു 2 മണിക്കൂർ ഡ്രൈവ് കൊടൈക്കനാലിലേക്കും ഉണ്ട്. മാത്രമല്ല നമ്മൾ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കുളിക്കാനുള്ള ഒന്നും. അതുകൊണ്ട് ഞങ്ങളത് സ്കിപ്പ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. വല്ലവരും പിടിച്ചോണ്ട് പോ. കൊരങ്ങൻ വരോ, പുലി വരോ. ചില സ്ഥലത്തൊക്കെ ടൈഗർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിവെയർ ഓഫ് ടൈഗർ. ഇവിടെ നല്ല തണുപ്പാണ്. ഇപ്പൊ മുകളിലേക്ക് നോക്കിയ ഫുൾ മരാണ്. നല്ല കാറ്റ് വരുന്നുണ്ട്. പോണ വഴി കുറേ മേഡം മേഡം എന്നുള്ള വിളി കേട്ട് ഞങ്ങൾ നിർത്തിയതാണ് കേട്ടോ. അവർക്ക് ദാഹിച്ചിട്ടാണ്. பரவாயில்ல போதும். ரொம்ப ரொம்ப தேங்க்ஸ். ஏதாவது சாப்பிட தர்றீங்களா? സാപ്പിടാ. பிஸ்கெட் ബിസ്ക്കറ്റാ? ഇല്ല മുടിച്ചത് കഴിഞ്ഞടാ. കുട്ടികളിൽ സാപ്പിട്ടു. தண்ணி கொடுத்துருக்குறோம். അവർക്ക് വേണമാ? அவர்கிட்ட விக்கல் வந்துகிட்டே இருக்கு. பரவாயில்ல எனக்கு போதும் போதும் போதும். പോണ വഴി നമ്മൾ കുറച്ച് വിറകൊക്കെ കൊണ്ടുവന്ന് കുറച്ച് കൂട്ടരെ കണ്ടതാട്ടോ. അവർക്ക് പാവങ്ങൾ നടന്നു വരുമ്പോൾ ഭയങ്കരമായിട്ട് ദാഹിച്ചിട്ട് നമ്മളോട് വെള്ളം ചോദിച്ചതാണ്. തിരിച്ച് നമുക്ക് ഏകദേശം ഒരു 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ടാവും മന്നവന്നൂരിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഒരു 5 മണിയാകുമ്പോഴേക്കും പതുക്കെ കോടയൊക്കെ നിറഞ്ഞു തുടങ്ങും. ഇരുട്ടൊക്കെ ആയ ഒരു ഫീലൊക്കെ വരും. അതുകൊണ്ട് മാക്സിമം നേരത്തെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും ഇതേപോലത്തെ ഇൻഫോർമേറ്റീവായിട്ടും രസകരമായിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ജീവിതം മാക്സിമം എൻജോയ് ചെയ്യാം. താങ്ക് യു.